നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു ഭൂമി വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പരിമിതവുമാണ്. അപ്പോൾ നമുക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്നത്തെ ഗൃഹപാഠത്തിലൂടെ അതിഥിയായിത്തിരിക്കുന്നത് വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റുമായ ശ്രീ കെ മുരളീധരൻ നായർ. അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാറ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ, അതായത് വാസ്തുശാസ്ത്രപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനിൽ അത് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മാറ്റങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലേ? അതെ, അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്ക് സുഖപ്രദമായ രീതിയിൽ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി 18-ാം പടിയുടെ വീതി കൂട്ടണം. ശരിയാണ്, നടയുടെ പ്രധാനപ്പെട്ട നടയുടെ വീതി കൂട്ടണം എന്നൊക്കെ പറഞ്ഞ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. എന്നാൽ ഈ 18-ാം പടിയുടെ വീതി കൂട്ടുന്ന കാര്യവും നമ്മുടെ പ്രധാന നടവാതിലിൻ്റെ വീതി കൂട്ടുന്ന കാര്യം ഒരിക്കലും നടക്കാൻ സാധിക്കാത്തതാണ്. അതൊക്കെ ക്ഷേത്രവാസ്തുപരമായിട്ടുള്ള പ്രത്യേക കണക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. സോപാനം, പഞ്ചവർഗം, നട എന്നൊക്കെ പ്രത്യേക കണക്കുകളാണ്. ക്ഷേത്രവാസ്തുവിൽ അധിഷ്ഠമായ ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള നിലപാടുകളെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഒരിക്കലും തന്നെ മാറ്റാൻ സാധിക്കില്ല. എന്നാൽ അവിടെ മാറ്റാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വെളിച്ചത്തിലാണ് ആ റിപ്പോർട്ട് തന്നെ എഴുതുന്ന. കാരണം ഗവൺമെൻറ്റും ദേവസ്വം ബോർഡിലൊക്കെ അന്ന് കൊടുത്തത് അത് തന്നെയാണ്. അതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 18-ാം പടി കയറി വന്നു കഴിയുമ്പോൾ ശ്രീകോവിലിനെക്കാട്ടും പൊക്കത്തിലാണ് ഫ്ലൈ ഓവർ ചുറ്റി വരുന്നത്. അവിടുത്തെ ഭക്തജനങ്ങളെ നടന്നു വരുന്നത് ഇപ്പോൾ 18-ാം പടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വടക്ക് ഭാഗത്തോട്ട് ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോൾ ഒരിക്കലും തന്നെ ക്ഷേത്രവാസ്തു നിയമപ്രകാരം ശ്രീകോവിലിൻ്റെ പൊക്കത്തിന് ഉയരക്കൂടെ ഒരു നടവാതിൽ ഒരിക്കലും പാടില്ല. അപ്പോൾ അത് പൊളിച്ചു മാറ്റണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അത് തത്വത്തിൽ അംഗീകരിച്ച കാര്യമാണ്. പൊളിച്ച് മാറ്റാവുന്നവരൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇതുവരെയായിട്ടും അത് നടന്നിട്ടില്ല. അത് നടക്കാത്ത എന്ത് എന്ന് പറഞ്ഞിരുന്നാൽ തെക്ക് വശത്താണ് അവിടെ മേൽശാന്തിയുടെയും തന്ത്രിയുടെയൊക്കെ മുറിയുള്ളത്. അപ്പോൾ ഇത് വരുന്നതാണെങ്കിൽ ആ മുറിയുടെ ഭാഗം മാറും. ഞാൻ ആ റിപ്പോർട്ടിൽ തന്നെ ആ മുറി പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിൽ. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ 18-ാം പടി കയറി വന്നിരുന്നാൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ചുറ്റി വന്നിട്ട് കിഴക്കേ നട കൊടിമരത്തിന് അവിടെ കൂടെ നേരെ കയറി പോകാൻ സാധിക്കും. വലിയ തളലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അപ്പർ സൈഡിൽ കൂടി ഇപ്പോഴും നിലവിൽ കൂടുതലുള്ള സൈഡിൽ കൂടി വിടാൻ സാധിക്കും. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ ഈ കൊടിമരത്തിൻ്റെ ഭാഗം കിഴക്കേ നടപടി കിട്ടുന്നാലും ഗുരുവായൂർ ദർശനം നടക്കുമ്പോൾ നേരെ കൃഷ്ണനെ തൊഴുത് പോകാൻ സാധിക്കും. അതുപോലെ നേരെ അയ്യപ്പനെ തൊഴുതൊന്ന് ലെഫ്റ്റിലേക്ക് തിരിയാൻ സാധിക്കും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടോ ചില തൽപര കക്ഷികളുടെ തടസ്സം കാരണം ഇന്നും തന്നെ ആ ഫ്ലൈ ഓവർ ഇപ്പോഴും നിലനിൽക്കുകയാണ്, പൊളിച്ച് മാറ്റിയിട്ടില്ല. പിന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 18 നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ ആർക്കും തന്നെ ഒരു തടസ്സവുമില്ല, ചെയ്യാനുള്ള താല്പര്യങ്ങൾ ഇതാണ്. അവരുടെ റിപ്പോർട്ടൊക്കെ അംഗീകരിച്ച റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഫലത്തിൽ പല കാര്യങ്ങളും ഒച്ചിൻ്റെ വേദനയാണ് നീങ്ങുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ പ്രധാനപ്പെട്ട നടപ്പന്തൽ ഞാൻ ഇന്നത്തെ റിപ്പോർട്ടിൽ ഒന്നുകിൽ അത് നടപ്പന്തൽ പൊക്കം കൂട്ടണം, അതല്ലെങ്കിൽ ഒരു സെല്ലാറിട്ട് പണിയണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സെല്ലാറിട്ട് പണിയാൻ തീരുമാനമായിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട്. വടക്ക് കിഴക്കേ ആ ഭാഗത്തേക്ക് പണ്ട് കൊപ്രയൊക്കെ ഉണങ്ങിക്കൊണ്ട സ്ഥലത്ത് ഈ നടപ്പന്തൽ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഏകദേശം 1.5 ലക്ഷം അയ്യപ്പന്മാർക്ക് താഴെ നിൽക്കാനും സാധിക്കും, ഉയരെ നിൽക്കാനൊക്കെ സാധിക്കും. പിന്നെ ശബരിമല പൊതുവായിട്ട് പറഞ്ഞിരുന്നാലേ എൻ്റെ കാഴ്ചപ്പാടാണ്, ചെയ്ത് പല തടസ്സങ്ങളുണ്ടാകുന്നുണ്ട് പൊതുവെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പുതിയ പാലം പണിഞ്ഞ പോലും അതും പ്രാക്ടിക്കബിളായിട്ട് യൂസ്ഫുൾ അല്ല. അത് അയ്യപ്പന്മാരത് ശരിക്കും തിരസ്കരിച്ചു എന്നുള്ള രീതിയിൽ കൂടെയാണ്. ആരും തന്നെ അതിലെ പോകുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്. അത് പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും അവിടെ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ആ വടക്ക് കിഴക്കേ ഭാഗം നടപ്പന്തൽ, പ്രധാനപ്പെട്ട നടപ്പന്തലിൻ്റെ താഴെയാണ്. താഴെ പ്രധാനപ്പെട്ട നടപ്പന്തൽ പണ്ടത്തെ ഒരു പിന്നെ പൂജാകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ഒരു സ്റ്റേജുണ്ട് അവിടെ. ആ സ്റ്റേജിൻ്റെ അവിടെ ഭാഗത്തായിട്ട് 18 അടി പൊക്കത്തിൽ, പീഠം ഉൾപ്പെടെ 18 അടി പൊക്കത്തിൽ ഒരു ഗണപതിയെ സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗണപതിയുടെ ദർശനം തെക്കോട്ട് നോക്കിയിരിക്കണം. അപ്പോൾ
വരുന്ന അയ്യപ്പന്മാർ നേരെ ഫേസ് ചെയ്ത് വരും. അപ്പം കൂടാതെ ഈ ചൈതന്യം അവിടെ വരുന്നതോടുകൂടി തന്നെ അവിടെ ഒരുപാട് തന്നെ മാറ്റങ്ങൾക്ക് ശക്തി പ്രാപിക്കും, തടസ്സങ്ങളൊന്നും ഇല്ലായിരിക്കും. ഈ ഒരു കാര്യം ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ പല ഭാഗം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും ഉടനെ ചെയ്യാമെന്ന് പറയുന്നല്ലാതെ അതിൻ്റെ ഒരു എടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ശബരിമലത്തെ മാസ്റ്റർ പ്ലാന് ഇപ്പോഴും വളരെ വളരെ ഒച്ചിൻ്റെ വേദനയാണ് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ആ പണികളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ആതിര, ഞാൻ വെള്ളനാട് നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ. പറയൂ. സാർ പറഞ്ഞോളൂ. സാർ, ഞങ്ങളുടെ വീടിന്റെ തെക്ക് വശത്തായിട്ടേ ഞങ്ങളൊരു പൗൾട്രി ഫാം കെട്ടി. പക്ഷെ പണി പകുതി ആയതിനു ശേഷം അത് ഒട്ടും മുന്നോട്ട് പോകുന്നുമില്ല, കെട്ടി പൂർത്തിയാക്കാനും ഇല്ല. പൗൾട്രി ഫാം എന്ന് പറഞ്ഞാൽ കോഴി വളർത്ത, അതല്ലേ ഉദ്ദേശിക്കുന്നേ? അതാണ്. ശരി, ഇറച്ചിക്കോഴി. മനസ്സിലായി. അത് ഒരു നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള തെക്ക് ഭാഗത്താണ് അത് പണിഞ്ഞിട്ടുള്ളത്? വീടിനോട് ചേർന്ന്. കാമ്പൗണ്ടിനകത്തുവാണോ? കാമ്പൗണ്ടിനകത്താണ്. അത് ഒരിക്കലും തന്നെ അതിനുള്ള ഉന്നതമായ സ്ഥാനമല്ല അത്. അതായത് പക്ഷികളായിരുന്നിരുന്നാലും പക്ഷികളും മൃഗങ്ങളായിരുന്നാലും ശരി, നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അത് വേണ്ടത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അതിനുള്ള സ്ഥാനം. സ്ഥലമില്ലെങ്കിൽ നമുക്ക് വീടിന്റെ കാമ്പൗണ്ടിനകത്ത് ഈ തെക്ക് ഭാഗത്ത് ഒരിക്കലും തന്നെ പാടില്ലാത്ത സ്ഥാനമാണ് കേട്ടോ. അതല്ലെങ്കിൽ കുറച്ച് കിഴക്ക് ഭാഗത്തേക്ക് വെച്ചിരുന്നാലും ശല്യം, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒന്ന് സ്ഥലം. പടിഞ്ഞാറ് ഭാഗം സ്ഥലമുണ്ടോ? ഈ ഒരു ഭാഗം മാത്രമേ സ്ഥലമുള്ളൂ, ബാക്കി രണ്ട് ഭാഗവും ഒന്ന് കാർ ഷെഡും ഒന്ന് കിണറും ഒക്കെയാണ്. അല്ല, ഈ തെക്ക് ഭാഗത്തേക്ക് പ്രത്യേകിച്ച് കോമ്പൗണ്ടിനകത്ത് അതിന് സ്ഥാനമല്ല. അത് അവിടെ അങ്ങനെ ഈ നിങ്ങളുടെ ഈ കോഴി വളർത്തൽ മാത്രമല്ല, ഏത് പക്ഷി കൂടെ ആയിരുന്നാലും ശരി അതിന് അസ്ഥാനമാണ്. ആ ഭാഗത്ത് പാടില്ല കേട്ടോ. തെക്ക് ഭാഗത്തേക്ക് ഈ പക്ഷികൾ വളർത്തുന്ന കേസിന് എതിരാണ്. പിന്നെ വേറെ എന്താ ബിസിനസ്? എന്നോട് ശാസ്ത്രപതി ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 4 ഭാഗത്തേക്ക് 4 സ്ഥാനങ്ങളും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും തെക്ക് ഭാഗത്തേക്ക് ഈ പറഞ്ഞ വീട്ടിന്റെ പ്രത്യേകിച്ച് വീട്ടിൽ കാമ്പൗണ്ടിനകത്തായോണ്ടാണ് ഞാൻ പറയാൻ കാരണം. പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാടില്ല, അത് പാടില്ല കേട്ടോ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മളിപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ട് അനുയോജ്യമായ ഭൂമി എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ ഈ ഭൂമി തിരഞ്ഞെടുക്കുന്ന നമുക്ക് പല പണ്ടത്തെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സിറ്റിക്കകത്ത് ഒട്ടും സ്ഥലമില്ലാത്ത മനുഷ്യരിലേ കൂടുന്നുള്ളൂ, ഭൂമി കൂടുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഭൂമി ഉള്ള ഭൂമിയല്ലേ ഉള്ളൂ. അപ്പോൾ സിറ്റിക്കകത്തൊക്കെ നമുക്ക് ഭൂമി തിരഞ്ഞെടുത്ത് ഇപ്പോൾ വീട് വയ്ക്കാനൊക്കെ നടക്കാത്ത കാര്യമാണ്. എന്നാൽ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലെ അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും ഭൂമി തിരഞ്ഞെടുത്ത് വീട് പണിയാൻ സാധിക്കും. അതിനുള്ള ചുറ്റുപാടും കാര്യങ്ങളും ഉള്ളവർക്കാണെങ്കിൽ ഒന്നിൽ സമചതുരമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ദീർഘചതുരമായിട്ടുള്ള ഭൂമി എടുക്കുക. ദീർഘചതുരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ദീർഘചതുരം എടുക്കുന്നത് നല്ലതല്ല. തെക്ക് വടക്കായിട്ട് ദീർഘചതുരം നല്ലതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെക്ക് വടക്കായിട്ട് ദീർഘചതുരം വരുന്നത് നല്ലതാണ്. സമചതുരമായിട്ട് വരുന്നത് ഏത് ഭാഗത്തും കുഴപ്പമില്ല. ദീർഘചതുരം വരണമെങ്കിൽ തെക്ക് വടക്കായിട്ട് ഏറ്റവും നല്ല, അല്ലാതെ കിഴക്ക് പടിഞ്ഞാറ് ദീർഘചതുരം അത്ര നല്ലതല്ല. പിന്നെ ഈ ചില ആൾക്കാർ നമ്മൾ യാദൃശ്യമായിട്ട് ഒരു ഭൂമി നമ്മുടെ കയ്യിൽ പെട്ടുപോകും. പെട്ടുപോകുന്നാൽ ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തിൽ നമ്മുടെ കുടുംബപരമായിട്ട് ഭാഗത്തിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു വാക്കല്ലാത്ത സ്ഥലം കിട്ടിപ്പോയിരുന്നാൽ അവിടെ നമുക്ക് വീട് വയ്ക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ ഈ ശാസ്ത്രവിധി എല്ലാം കൂടെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി വീട് വയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ എങ്ങനെയുള്ള ഭൂമിയെല്ലാം കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു പരിധിവരെ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കാമെങ്കിൽ 60% മാത്രമേ വാസ്തു നിയമങ്ങളും അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഭൂപ്രകൃതി അനുസരിച്ച് ഇപ്പോൾ കിഴക്കോട്ട് താഴ്ന്ന ഭൂമിയും വടക്കോട്ട് താഴ്ന്ന ഭൂമിയും ഒക്കെ നല്ലതാണെന്ന് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതില്ല, ഒരുപക്ഷെ പടിഞ്ഞാറ് താഴ്ന്ന് തെക്കുമുള്ള ഭൂമിയാണ് നമ്മൾ കിട്ടിയിട്ടുള്ളെങ്കിൽ ആ ഭാഗം നമ്മൾ കരിങ്കലെല്ലാം കെട്ടി പൊക്കി ഒരു മട്ടപ്പെടുത്തിയിട്ടിട്ട് അല്പമെങ്കിലും ഒരു ചെറിയൊരു സ്ലോപ്പ് കിഴക്ക് വശത്തോട്ടോ അല്ലെങ്കിൽ വടക്ക് വശത്തോട്ടോ ആക്കി പണിയണം. കാരണം ചുരുക്കി പറഞ്ഞിരുന്നാൽ മഴ സമയത്ത് വെള്ളം നമുക്ക് ഒന്നുകിൽ വടക്കോട്ട് ഒഴുകിക്കളയത്തക്ക രീതിയിലോ അല്ലെങ്കിൽ കിഴക്കോട്ട് ഒഴുകിക്കളയത്ത രീതിയിലോ ചെയ്യണം. അതല്ല യാതൊരു നിവൃത്തിയില്ലെങ്കിൽ പടിഞ്ഞാറും ആവാം. തെക്കോട്ട് ഒഴുക്കി വിടരുത്. തെക്കോട്ട് ഒഴുക്കി വിടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ഐശ്വര്യത്തിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും ഉള്ളതാണെങ്കിൽ നമുക്ക് സ്ഥാനങ്ങൾ നോക്കി ഇഷ്ടംപോലെ വയ്ക്കാം, ഒരു കുഴപ്പമില്ല.
അങ്ങനെയുള്ള ഇപ്പോൾ നാട്ടിൻപുറമൊക്കെ ആണെങ്കിൽ ഇപ്പോഴും സ്ഥലങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. അവിടെയൊക്കെ ആണെങ്കിൽ ഭൂമി നമ്മൾ ഒരു ഭൂമിയിൽ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കിട്ടുന്നൊരു ആർജവമുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ ചെന്ന് അത് ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മുൾച്ചെടികളൊക്കെ വളർന്ന ഭാഗങ്ങളും പുറ്റിലുള്ള ഭാഗങ്ങളും പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ പ്രകൃതിപരമായിട്ട് തന്നെ ഒരു ഉഷ്ണം അനുഭവപ്പെടുക, തീഷ്ണമായ ഒരു വല്ലാത്തൊരു അനുഭവം വിടുക. ചുറ്റുപാടുള്ള തന്നെ കിളികളുടെയും മറ്റ് ജന്തുക്കളുടെയും ഒന്നും തന്നെ വാസം ഇല്ലാതിരിക്കുക. പക്ഷേ എല്ലാ ഈ പക്ഷികളും മറ്റ് മൃഗങ്ങളും എല്ലാം കൂടെ ഉള്ള ഭാഗമാണ് ഭൂമി നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ വിജനമായൊരു സ്ഥലമെന്നല്ല പറയുന്നത്, മരുഭൂമി പോലുള്ള സ്ഥലമല്ല വാസഗ്രഹം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ഉള്ള ഭാഗം തന്നെയാണ്. പിന്നെ ജലത്തിൻ്റെ ലഭ്യത ഉള്ള ഭാഗമാണ് ഭൂമി നല്ലത്. അല്ല ഡ്രൈ ആയിട്ടുള്ള ഭാഗം നല്ലതല്ല. ചില ഭാഗങ്ങളിൽ നമ്മൾ നോക്കിയിരുന്നാൽ വളരെ ഡ്രൈ ആയിരിക്കും. നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് മാറിപ്പോയാൽ തന്നത്. ഈ സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിൽ ഏൽക്കുന്നത്, സൂര്യപ്രകാശം ഭൂമിയിൽ ഏൽക്കുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ്, എല്ലായിടത്തും ഒരുപോലെയല്ല. അതാണ് എൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു വീട് പണി പ്രത്യേകമായിട്ട് തുടങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിരുന്നാൽ അതിൽ പിന്നെ അത് വെട്ടിയൊക്കെ നിരപ്പാക്കിയ ശേഷം, വീട് വയ്ക്കാൻ വേണ്ടിയുള്ള വെട്ടിയെല്ലാം നിരപ്പാക്കിയ ശേഷം ഒരു ചുറ്റുമതിൽ കെട്ടും. ഈ ചുറ്റുമതിൽ കെട്ടുമ്പോൾ എവിടെയായിരുന്നാലും വാഹനങ്ങൾ ഇറക്കി വീട്ടിൻ്റെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി ഒരു സൈഡ് ഓപ്പൺ വേണമല്ലോ. ആ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കി ഇടുക, ബാക്കിയുള്ള 3 ഭാഗവും മതിൽ കെട്ടുക. ഈ മതിൽ കെട്ടി കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത് വേണ്ടത്, പിന്നെ കോർപ്പറേഷൻ വാട്ടർ ഉള്ള ഭാഗത്താണ് അവർ കിണർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കിണറിന് സ്ഥാനം കണ്ടിന്യൂ എടുക്കണം. എപ്പോഴും ഉത്തമം എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ ഭാഗം മീനൻ രാശിയിൽ കിണർ വരുന്നതാണ് ഏറ്റവും ആരോഗ്യപരമായിട്ടും ശരി, കുടുംബത്തിൻ്റെ പിന്നെ സമ്പത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, എല്ലാം കൊണ്ടും ഐശ്വര്യം എന്ന് പറയുന്നത് മീനൻ രാശിയിൽ വടക്ക് കിഴക്കേ മൂലം മീനൻ രാശിയിൽ കിണർ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മീനൻ രാശി മാത്രമേ ചോദിക്കൂ, അങ്ങനെയല്ല. മകരം, കുംഭം, മീനം, മേടം, ഇടവത്തിൻ്റെ പകുതി വരെ നമുക്ക് കിണറിൻ്റെ സ്ഥാനം വരാം, അത് തടസ്സമില്ല. എന്നാൽ കിണറിൻ്റെ ആവശ്യമായി ഇല്ലാത്തവർക്ക് പൈപ്പ് ലൈൻ എടുത്ത് വെള്ളം എടുക്കുന്ന തടസ്സമൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് അനുകൂലമായ രീതിയിൽ ഒരു പ്ലാനൊക്കെ വരച്ചിട്ട്, ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം. പല ആൾക്കാരും ഈ വീടെല്ലാം പണിയെല്ലാം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും അപാധം വന്നിട്ട് പിന്നെ ആരെങ്കിലും ഒരു വാസ്തു പണ്ട് ഇതിനെയൊക്കെ ഇപ്പോൾ കാണാൻ പോവുക, അപ്പോൾ അതിനെക്കാട്ട് നല്ലത് ഒരു വാഴ കുലച്ച ശേഷം കൊണ്ട് വളം വയ്ക്കുന്നതിനെക്കാട്ട് നല്ലത് ആരംഭത്തിലേ അതിന് വളം വെച്ച് പോകുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും തന്നെ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ആ ഒരു പ്ലാനിൽ നമുക്ക് എന്തൊക്കെ വേണം, ഏതൊക്കെ വേണം, പ്രധാനപ്പെട്ട ബെഡ്റൂമെല്ലാം എവിടെ വരണം, പിന്നെ കാർ എടുക്കുന്നതിന് കാർ പോർച്ചൊക്കെ ഏത് ഭാഗത്ത് വേണം, അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം ഇങ്ങനെ വരണം, പൂജാമുറി വയ്ക്കുന്നുണ്ടെങ്കിൽ പൂജാമുറി എവിടെ, ഇങ്ങനെ പ്ലാനിൽ കൂടെ തന്നെ നമുക്കൊരു രൂപരേഖ തയ്യാറാക്കിയിരുന്നാൽ വീട് പണിയുണ്ട്. ചില ആൾക്കാർ അങ്ങനെയില്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻ കെട്ടും, ഒരു 5 സെൻറ്റ് തറ വാങ്ങിച്ചിട്ട് നിറച്ചൊരു ഫൗണ്ടേഷൻ കെട്ടും കേട്ടോ. അതൊക്കെ എന്നിട്ടൊക്കെയാണ് പിന്നെ നോക്കുന്നത്. പല ആൾക്കാർമാർ അഭിപ്രായം പറയാനനുസരിച്ച് ഇത് ബെഡ്റൂം, ഇതിനെ മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റി വരുമ്പോണ്ടല്ലോ അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം തെറ്റും. ഈ പല ആൾക്കാരും ചില വീടുകൾക്ക് ഈ അടുക്കള എന്ന് പറയുന്ന സ്ഥാനം എല്ലാം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്തൊരു അടുക്കള മതിയും ധരിക്കും. ചിലപ്പോൾ ഒരു വാല് പോലെ ഒരു അടുക്കള എടുക്കും കേട്ടോ. എന്നാൽ വളരെ കണക്കൊക്കെ എടുക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് അടുക്കള സ്ഥാനം കണ്ട് എടുക്കുന്നുണ്ട്. ഒരു വീടിനെ സംബന്ധമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുക്കള എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഈ കിച്ചണും ഒക്കെ ഏതാണ് അതിന്റെ സ്ഥാനം, ഏത് ഭാഗത്താണ്? മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറേ ഭാഗം, അതായത് കന്നിമൂല, നിരവികോൺ. കന്നിമൂലയിൽ പ്രധാന ബെഡ്റൂം പറഞ്ഞാണ് ഏറ്റവും നല്ലത്. സാമ്പത്തികം, ദാമ്പത്യം, ആരോഗ്യം, മാനസിക ഉണർവ്, ഉന്മേഷം, ഇത്രയും കാര്യങ്ങൾ ആ ബെഡ്റൂമിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും അത് കന്നിമൂല നിരവി കോണല്ലേ, രാഹുവിൻ്റെ സ്ഥാനമല്ലേ എന്നൊക്കെ ചില ആൾക്കാർ അതിലൊക്കെ ധാരണയൊക്കെ തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജ ലെവൽ കിട്ടുന്ന ഭാഗമാണ് തെക്കോട്ട് തലവെച്ച് കിടക്കുകയും വേണം കേട്ടോ. തെക്കോട്ട് തലവെച്ച്, അതെ, ദമ്പതിമാർക്ക് തെക്ക് ഭാഗത്തെ തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പണ്ട് കാലത്തിട്ട് പോകുമ്പോൾ വടക്ക് തെക്കോട്ട് കിടക്കാൻ പാടില്ലെന്നേ പറഞ്ഞല്ലോ, വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. വടക്കോട്ട് തലവെച്ച് നമുക്ക് എർത്ത് മാഗ്നറ്റ് കൂടാണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്, അത് എർത്ത് പാതി. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്, തെക്കോട്ട് തലവെച്ച് കിടക്കുക. ദമ്പതിമാർക്ക് കിടക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം തെക്ക് ഭാഗം. ഒന്നീ കുട്ടികളെല്ലാം തന്നെ കിഴക്കോട്ട് തലവെച്ച് തന്നെ കിടക്കണം.
ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിരുന്നാൽ ഒരു 10-35 വയസ്സെല്ലാം കഴിഞ്ഞിരുന്നാൽ തെക്ക് ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായ കാര്യങ്ങൾ. ഈ അസുഖങ്ങൾ വരുന്നത് തന്നെയും തെക്ക് ഭാഗത്ത് തലവെച്ച് കിടന്ന പിന്നെ മരുന്ന് കഴിച്ചാൽ പകുതി മരുന്ന് കഴിച്ചാൽ മതി. അതൊക്കെ പ്രാക്ടിക്കലായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഞങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ഈ കാര്യത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെക്ക് ഭാഗത്തെ തലവെച്ച് കിടക്കുന്ന ഏറ്റവും ഉത്തമമാണ്. തെക്ക് എല്ലാ കാര്യത്തിനും നല്ലതാണെന്ന് അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ചില കാര്യങ്ങൾ അതെ കട്ടിലിന്റെ സ്ഥാനം കട്ടിൽ വെച്ച് തല വെക്കേണ്ട സ്ഥലം ഒന്നാം സ്ഥാനം അതിന്, രണ്ടാം സ്ഥാനം കിഴക്കൻ തന്നെയാണ്. ഇപ്പൊ തെക്ക് ഭാഗത്തേക്ക് എന്തെങ്കിലും വയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ഈ വാതിലിന്റെ നേരെ കൊണ്ട് കട്ടിലിട്ട് തല വെച്ച് കിടക്കരുത്. ഏത് വാതിലായിരുന്നു ശരി വെച്ച് കിടക്കരുത്. വാതിലിന്റെ നേരെ കട്ടിൽ കൊണ്ടിട്ട് അതേ പാടില്ല. തിരിച്ചിടാം. പിന്നെ പല ആൾക്കാരും ബെഡ്റൂമിൽ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ഉണ്ടായിരിക്കും. അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ഈ ഡോറൊക്കെ തുറന്നിട്ടായി നെഗറ്റീവ് എനർജി മുഴുക്ക കയറും. അടഞ്ഞു തന്നെ ഇരിക്കണം. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം തുറന്നു കയറി വീണ്ടും അടയ്ക്കുക. അല്ലാതെ ഈ അടച്ച് പിന്നെ തുറന്നിടുന്ന പ്രവണത ശരിയല്ല. ഉപയോഗിക്കാത്തപ്പോൾ വെറുതെ തുറന്നിട്ടേക്കാൻ പാടില്ലെന്നർത്ഥം. സർ, നമുക്ക് ഇതിലേക്ക് കൂടുതലൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. മാതൃഭൂമി ക്ലാസിഫൈഡ്സിൽ വീട് വിൽക്കാൻ പരസ്യം നൽകിയാൽ താമസം മാറാൻ റെഡിയായ പോലെ. മാതൃഭൂമി റിയൽ എസ്റ്റേറ്റ്, ഉദ്ദേശിച്ച ഫലം ഉടനടി. മാതൃഭൂമി ക്ലാസിഫൈഡ്സ്. ഒരു ഓറിയോ നിനക്ക്, ഒന്ന് എനിക്ക്. ശരി, ആദ്യം ട്വിസ്റ്റ് ചെയ്യൂ, പിന്നെ ലിക്ക് ചെയ്യൂ. വെരി ഗുഡ്. ഇനി ഡങ്ക് ചെയ്യൂ. From Cadbury. വെൽക്കം ടു ഫെദേഴ്സ്. ആരാ ഇത്? വൈഫിനില്ല, 2 മക്കൾക്ക് വേണ്ടിട്ട് സോങ് വെച്ചുതരാട്ടോ. ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഒരു പുതിയ ഫെദറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു സിംഗറാണ്. ഇദ്ദേഹം 2 ടൈംസ് നാഷണൽ അവാർഡ് വിന്നറാണ്. മാത്രമല്ല 2004 രാജ്യം ഇദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. None other than our ഹരിഹരൻ. ഫെദേഴ്സ് തിങ്കളാഴ്ച രാത്രി 10 മണിക്ക്. ചുങ്കത് ജ്വല്ലറി ഫെദേഴ്സ് ബ്രോട്ട് യു ബൈ ചുങ്കത് ജ്വല്ലറി. ചുങ്കത് ജ്വല്ലറി കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്.